ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.8 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. ഈ വീട്ടിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് ലുലു മാളിലേക്കുള്ള ദൂരം 8 കിലോമീറ്റർ മാത്രമാണ്. ഒരു മോഡേൺ ടൈപ്പ് ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പ് ഡിസൈനാണ് മതിലിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനും ചെയ്തിരിക്കുന്നു. ഇവിടെയായി ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും വച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയായി ഒരു ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ അകത്തേക്ക് പോവാം. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പാക്കല്ലും ഇടയിൽ സിന്തറ്റിക് ഗ്രാസുമാണ്. ഈ വീട് ദർശനമായിട്ടുള്ളത് കിഴക്കോട്ടാണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിണറിൻ്റെ ഈ ഭാഗത്തായി കാർ പോർച്ചും വരുന്നു. ഈ കോമ്പൗണ്ടിൽ 2 വാഹനം പാർക്ക് ചെയ്യാം. ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം, ഒരു വലിയ വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. എൻ്റെ 2 സൈഡിലുമായി പില്ലറുകൾ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായി ഷൂ റാക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ നമുക്ക് ഷൂ ഒക്കെ വെക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് 3 പാളിയുടെ ജനൽ നൽകിയിട്ടുണ്ട്. പാനലിംഗ് വർക്ക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തേക്കുഡിലാണ് പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇവിടെയായി വുഡൻ ഹാൻഡിലാണ് മെയിൻ ഡോറിൽ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയായി ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായി ക്യൂരിയോസ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. ഇവിടെയായി ക്യൂരിയോസ് സ്പേസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അടുത്തായി ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളിയുടെ ഒരു ജനലും കാണാം. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴിയിലായി ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നമുക്ക് കാണാം. ഇവിടെയായി ക്യൂരിയോസ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇത്. ഇവിടെ നമുക്ക് വർക്കൊക്കെ ചെയ്യാനുള്ള ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെയായി ക്രോക്കറി ഷെൽഫും കാണാം. ഇവിടെയായി ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭ്യമാണ്. ഇവിടെയായി വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് ബേസിൻ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിൽ വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസിൻ നമുക്ക് കാണാം. ഇവിടെയായി ടാപ്പും. ഇവിടെയായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെയായി LED ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്.
ഇവിടെയായി 2 ഹാങ്ങിങ് ലൈറ്റും കാണാം. ഇവിടെയായി ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് കളറാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത്. ഈ കിച്ചൻ്റെ താഴെ മുകളിലുമായി കുറേ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. 2 ടാപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഇവിടെയായി ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്, സിങ്കും. ഇവിടെയായി കുറേ സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭ്യമാണ്. ഇവിടെയായി ഫുള്ളി കവേർഡാണ് വർക്ക് ഏരിയ സ്പേസ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. വാഷ് കൗണ്ടറിനോട് തൊട്ടടുത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഈ വീടിൻ്റെ കട്ടളകൾക്കെല്ലാം പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ. വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. എൻ്റെ സൈഡിലായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയായി ഓരോ പാളിയുടെ ജനലും നൽകിയിട്ടുണ്ട്. ഇവിടെയായി വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ മിറർ വരാനുള്ളതാണ്. ഇവിടെയായി ക്യൂരിയോസ് ഷെൽഫും കാണാം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഡോർ വരുന്നത് ഫൈബറിലാണ്. നല്ല ഗ്ലോസി ഫിനിഷുള്ള ടൈലുകളാണ് ബാത്റൂമിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയായി ക്ലോസറ്റ് വരുന്നു. സെൻറ്റർ ഭാഗത്തായി ഷവർ, ഇവിടെയായി വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി നല്ല മനോഹരമായിട്ടുള്ള വാർഡ്രോബും. ഇവിടെയായി മിറർ വരാനുണ്ട്. ഇവിടെയായി ക്യൂരിയോസ് ഷെൽഫ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. സെൻറ്റർ ഭാഗത്തായി ഷവർ, ഇവിടെയായി വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ അടിയിലായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. ഈ സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത് ഗ്ലാസ്സിലും വുഡിലുമാണ്. നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെയായി പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായി പർഗോളകളും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയായി ഒരു ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു വർക്ക് ടേബിൾ നൽകിയിരിക്കുന്നു. അടിയിലായി സ്റ്റോറേജ് സ്പേസും മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വാൾപേപ്പറാണ് ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയായി ക്യൂരിയോസ് ഷെൽഫ് നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അടിയിലായി സ്റ്റോറേജ് സ്പേസും. ഇവിടെ 3 പാളിയുടെ ഒരു വലിയ ജനൽ നൽകിയിരിക്കുന്നു. ഓരോ പാളിയുടെ 2 ജനൽ ബാക്കിലും നൽകിയിട്ടുണ്ട്. അടുത്ത നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇതും. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ മിറർ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യൂരിയോസ് ഷെൽഫും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ലഭ്യമാണ്. ഇവിടെയായി വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഒരു ടാപ്പും ഒരു മിററും ഇവിടെ ലഭ്യമാണ്. ഇവിടെ ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായി ഷവർ. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത്. എൻ്റെ പുറകിലായി ഓരോ പാളിയുടെ ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി വാർഡ്രോബും കാണാം. ഇവിടെയായി മിറർ സ്പേസ് നൽകിയിരിക്കുന്നു. ക്യൂരിയോസ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായി വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായി ഷവർ, ഇവിടെയായി ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം.
അത്യാവശ്യം വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണിത്. ഇവിടെയായി ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. 4.8 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം 500 മീറ്ററും ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററും മാത്രമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.